ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് റൺവേ ലെന്തിൽ ചെയ്യുന്ന കറക്ഷൻസിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു എങ്ങനെയാണ് കാൽക്കുലേഷൻ വൈസ് ഈ പറയുന്ന കറക്ഷൻസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പം കറക്ഷൻ ടു ബേസിക് റൺവേയിൽ എന്താണ്? അപ്പം നമ്മൾ പറഞ്ഞിരുന്നു, എപ്പോഴും കറക്ഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമേ ചെയ്യേണ്ടത് കറക്ഷൻ ഫോർ എലിവേഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പം അതാണ് ആദ്യമേ നമ്മൾ ചെയ്യുന്നത്. ആസ് എലിവേഷൻ ഇൻക്രീസസ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെ, ആസ് എലിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നതോറും എയർ ഡെൻസിറ്റി കുറയും, അപ്പം ലിഫ്റ്റും കുറയും. അപ്പം ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി ലിഫ്റ്റ് സ്പീഡ് കൂട്ടണം. ഗ്രൗണ്ട് സ്പീഡ് കൂടുതൽ കിട്ടണമെങ്കിൽ ലെന്ത് ഓഫ് ദി റൺവേ കൂടുതലായിരിക്കണം. അതാണ് ഞാൻ ജസ്റ്റ് ആ ഒരു ആരോസ് വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ MSL മീൻ സീ ലെവൽ, അപ്പം എന്നാണ് MSL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു റൺവേയുടെ ലെന്ത്, ബേസിക് റൺവേ ലെന്ത് എല്ലാന്ന് വിചാരിക്കുക കേട്ടോ. അത് മീൻ സീ ലെവലിൽ ആണ് ആ ഒരു റൺവേയുടെ ആ ഒരു പോർഷൻ പോകുന്നത് എന്ന് വിചാരിക്കുക. എല്ലിൽ എന്താണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനിയും നമ്മൾ കറക്ഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, അവിടെ ഒരു എലിവേഷൻ ഉണ്ടെന്ന് നമുക്കൊരു വാല്യൂ തരുവാണെങ്കിൽ എങ്ങനെ പോയാലും എന്താണ്, ഈ പറയുന്ന എല്ല് കുറച്ചും കൂടെ കൂടും അല്ലേ. അപ്പോൾ ഒരു കറക്ഷൻ എമൗണ്ടിനോട് വരുമ്പം എല്ലിന്റെ വാല്യൂ കുറച്ചുകൂടി ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പം ആസ് പെർ ICAO നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ബേസിക് റൺവേ ലെന്ത് വിൽ ഇൻക്രീസ് ബൈ 7% പെർ 300 മീറ്റർ എലിവേഷൻ. ഓരോ 300 മീറ്റർ എലിവേഷനും 7% വെച്ചിട്ട് എന്താണ്, റൺവേ ലെന്ത് കൂട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എക്സാമ്പിൾ ഒരു പ്രോബ്ലം പോലെ പറയുവാണേ, ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിനകത്ത് എലിവേഷൻ 600 മീറ്റർ എന്നും അവിടുത്തെ ബേസിക് റൺവേ ലെന്ത് 1800 മീറ്റർ. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള റൺവേ ലെന്ത് 1800 മീറ്റർ എന്നും അവിടുത്തെ എലിവേഷൻ 600 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ കറക്ഷൻ വാല്യൂ എത്രയാണെന്നും അതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള പുതിയ കറക്റ്റഡ് ലെന്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 1800 ആണ് അവിടുത്തെ എന്ത് വാല്യൂ, ബേസിക് റൺവേ ലെന്തിന്റെ വാല്യൂ. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു നമുക്ക് വാല്യൂ ഉണ്ട് 7% പെർ 300 മീറ്റർ. ഓരോ 300 മീറ്ററിനും 7% വെച്ചിട്ട് ഈ പറയുന്ന ബേസിക് റൺവേ ലെന്ത് ഇൻക്രീസ് ചെയ്യണം. അപ്പം 1800 ഇൻറ്റു 7/100 ഇൻറ്റു നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എലിവേഷൻ എത്രയാണ്, 600 അല്ലേ. 600 ഡിവൈഡ് ബൈ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ വാല്യൂ ഉണ്ടല്ലോ, നമ്മുടെ ഇക്വേഷൻ വാല്യൂ 7% പെർ 300 മീറ്റർ എലിവേഷൻ. അപ്പം 600/300 ചെയ്യാം. അപ്പം നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ 252 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കറക്ഷൻ വാല്യൂ കിട്ടി. അപ്പം നമ്മുടെ കറക്റ്റഡ് ലെന്ത് എത്രയാണ്, നേരത്തെ 1800ന്റെ കൂടെ 252 കൂടെ ആഡ് ചെയ്യുക, 2052 എന്ന് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. എലിവേഷന്റെ കറക്ഷൻ ഫോർ എലിവേഷനിൽ ആദ്യമേ നമുക്കറിയാം, ആസ് പെർ ICAO ബേസിക് റൺവേ ലെന്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 7% പെർ 300 മീറ്റർ എലിവേഷൻ. അപ്പം ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നിരിക്കുന്ന പ്രോബ്ലം എങ്ങനെയാണോ അതനുസരിച്ച് എന്താണ് വാല്യൂസിൽ മാറ്റം വരുന്നേ ഉള്ളൂ. 1000 ഇപ്പോൾ ഇവിടുത്തെ കേസിൽ 1800 ആണ്. അതേ ഇൻറ്റു 7/100 ഇൻറ്റു 600/300 ചെയ്യുക. അപ്പോൾ കറക്ഷൻ വാല്യൂ കിട്ടും. അതിൻ്റെ കൂടെ പഴയ ബേസിക് റൺവേ ലെന്ത് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റഡ് ലെന്ത് ഓഫ് റൺവേ കിട്ടും. ഓക്കെ, അടുത്തതാണ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിരുന്ന എലിവേഷൻ കഴിഞ്ഞ ഉടനെ അടുത്ത ചെയ്യേണ്ടത് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആസ് പെർ ICAO നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറ്റ് മീൻ സീ ലെവൽ അറിയണം. ഓക്കെ, മീൻ സീ ലെവലിൽ ഉള്ള സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അത് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ തന്നെയാണ് 15 ഡിഗ്രി സെൽഷ്യസ്. 15 ഡിഗ്രി സെൽഷ്യസ്, അത് വാല്യൂ ഓർത്ത് വെക്കുക. ICAO പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. മീൻ സീ ലെവലിലുള്ള സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ് ആൻ എലിവേഷൻ ഇ എന്നൊരു എലിവേഷനിൽ എത്തുമ്പോൾ ഉള്ള സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം അല്ലേ. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. 15 ഡിഗ്രി സെൽഷ്യസിനകത്ത് മൈനസ് ചെയ്യുന്നത് എന്ത്, 0.0065 ഇൻറ്റു ഇ എന്ന വാല്യൂ. അപ്പം ഇ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന എത്രയാണോ എലിവേഷൻ തന്നിരിക്കുന്നത് ആ വാല്യൂ ആണ്. അപ്പം 15 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യണം എന്ത്, 0.0065 ഇൻറ്റു ഇ എന്ന വാല്യൂ. ക്വസ്റ്റ്യൻ എത്രയാണോ ഈ എലിവേഷൻ പറയുന്നത് അത്രയും, അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എത്രയോ ഡിഗ്രി സെൽഷ്യസ് എന്നൊരു വാല്യൂ കിട്ടും. അതാണ് അപ്പം ആ ഒരു എലിവേഷനിലുള്ള സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറ്റ് 600 മീറ്റർ എലിവേഷനുള്ളത് കണ്ടുപിടിക്കുക. അതാണ് SAT സഫിക്സ് ആയിട്ട് 600 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം, 15 ഡിഗ്രി സെൽഷ്യസിനകത്ത് 15 മൈനസ് 0.0065 ഇൻറ്റു 600 ചെയ്യണം. ഓക്കെ, ഇയുടെ വാല്യൂ എത്രയാണ് ഇവിടെ, 600 ആണ്. അത് ചെയ്യാൻ നമുക്കിപ്പോൾ 11.1 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി, അറ്റ് മീൻ സീ ലെവലുള്ള അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ 15 ഡിഗ്രിയാന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഒരു എലിവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ എലിവേഷനിലുള്ള
സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു 15 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 0.0065 ഇൻറ്റു ഇ അത് ചെയ്യുക. അപ്പം ഇയുടെ വാല്യൂ മാറുന്ന അനുസരിച്ച് ആ കിട്ടുന്ന ആൻസറിൽ വ്യത്യാസം വരും. ഓക്കെ, ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ട എന്താണ്, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ തിയറി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു, TA പ്ലസ് TM മൈനസ് TA/3. ഓക്കെ, അതിൽ TA എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് ഡെയിലി ടെമ്പറേച്ചർ ആണ്. ഓക്കെ, TM എന്ന് പറയുന്നത് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം നമുക്കൊരു എക്സാമ്പിൾ പോലെ പറയുവാണെങ്കിൽ ക്വസ്റ്റിനകത്ത് നമുക്ക് ടിയുടെ വാല്യൂ എന്താണ്, ആവറേജ് ഡെയിലി ടെമ്പറേച്ചറിന്റെ വാല്യൂ 15 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. TMന്റെ വാല്യൂ മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ നമുക്ക് ക്വസ്റ്റനിൽ 21.6 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാമല്ലോ. എല്ലാ വാല്യൂസും ഉണ്ട്, ടിഎയും ഉണ്ട് TMഉം ഉണ്ട്. രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കിട്ടും. 17.2 ഡിഗ്രി സെൽഷ്യസ് കിട്ടി ഈ ഒരു കേസിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ICAO കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ICAO പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫോർ എവറി 1 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ബേസിക് റൺവേ ലെങ്ത് ഷുഡ് ബി ഇൻക്രീസ് ബൈ 1% എന്നാണ്. ഓക്കെ, അപ്പം അതിന് മുന്നേ അപ്പം എന്തുമാത്രം ഡിഗ്രി ഓഫ് ഇൻക്രീസ് ഉണ്ടായെന്ന് അറിയണം അല്ലേ. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി ICAO പറഞ്ഞിരിക്കുന്നത് നമുക്ക് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറ്റ് ആൻ എലിവേഷൻ 600 ആണ് നമ്മുടെ ക്വസ്റ്റനിൽ എങ്കിൽ ആ വാല്യൂ എത്ര, 11.1 ഡിഗ്രി, മറ്റത് 17.2 നിന്ന് 11.1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6.1 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ റൈസ് ഇൻ ടെമ്പറേച്ചർ. അപ്പം എന്താണ് 6.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നമുക്ക് ICAO പറഞ്ഞിരിക്കുന്ന കറക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ 1 ഡിഗ്രി സെൽഷ്യസിലും 1% വെച്ച് കൂട്ടണം എന്നാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഇതുവരെയുള്ള കറക്റ്റഡ് ലെന്ത് എത്രയാണ്, നമ്മൾ എലിവേഷനും കൂടെ ആഡ് ചെയ്ത് കിട്ടിയത് 2052 ആണ്. അതിൻ്റെ കൂടെ 1% 1/100 ഇൻറ്റു ഈ പറയുന്ന റൈസ് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്, 6.1 ഡിഗ്രി സെൽഷ്യസ് 6.1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 125.18 എന്ന് കിട്ടും. അതാണ് അവിടുത്തെ പുതിയ കറക്ഷൻ ഫോർ ടെമ്പറേച്ചറിന്റെ ആ ഒരു വാല്യൂ. അപ്പം നമുക്ക് ജസ്റ്റ് കറക്ഷൻ മാത്രമേ കിട്ടിയുള്ളൂ, നമ്മൾ ഇനി ആഡ് ചെയ്യണം അല്ലേ, നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള കറക്റ്റഡ് ലെന്തുമായിട്ട് ഈ കിട്ടിയ കറക്ഷൻ ആഡ് ചെയ്യണം. അപ്പൊ കറക്റ്റഡ് ലെന്ത് എന്ന് പറയുന്നത് തൊട്ട് മുന്നേ കിട്ടിയത് 2052 ആണ്, പ്ലസ് 125 കൊണ്ട് ചെയ്യുക 2177.18 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം എലിവേഷന് ചെയ്തു, എലിവേഷൻ്റെ കറക്ഷൻ കണ്ടുപിടിച്ചു, ബേസിക് റൺവേ ലെന്ത് വെച്ചിട്ട് ആഡ് ചെയ്തു, കറക്റ്റഡ് ലെന്ത് കിട്ടി എലിവേഷൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ടെമ്പറേച്ചറിൻ്റെ കറക്ഷൻ കണ്ടുപിടിക്കണം. അതിനാദ്യമേ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അറ്റ് എ ഗിവൺ എലിവേഷൻ കണ്ടുപിടിക്കണം. അതിന് ആ ഒരു ഇക്വേഷൻ ഉണ്ട്, 15 മൈനസ് 0.0065 ഇൻറ്റു ഇ വെച്ചിട്ട് അത് കിട്ടും. അത് കഴിഞ്ഞിട്ട് എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അതിന് ചിലപ്പം ക്വസ്റ്റനിൽ ടിഎയും TMഉം തന്നിട്ടുണ്ടായിരിക്കും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കും. ഇനി എന്നിട്ട് നമുക്ക് അവിടെ ആ റൈസ് ഇൻ ടെമ്പറേച്ചർ എന്തുമാത്രം റൈസ് ആയി എന്നുള്ളത് അറിയണം. അപ്പം എന്തിനാണ് നമ്മുടെ ART എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ നിന്ന് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അറ്റ് ഗിവൺ എലിവേഷൻ മൈനസ് ചെയ്യുക. പിന്നെന്തെടുക്കണം, തൊട്ട് മുന്നേ കിട്ടിയ ലാസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ എലിവേഷനെയും കൂടെ ആഡ് ചെയ്ത് കിട്ടിയ ഒരു കറക്റ്റഡ് ലെന്ത് ഉണ്ടല്ലോ, അത് വേണം ഇനി യൂസ് ചെയ്ത് പോകാൻ. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ 1/100 1% എന്നല്ല 1/100 ഇൻറ്റു നമ്മുടെ ആ ഒരു റൈസ് ഇൻ ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ അവിടുത്തെ കറക്ഷൻ കിട്ടും. അത് തൊട്ട് മുന്നത്തെ കറക്റ്റഡ് ലെന്തുമായിട്ട് ആഡ് ചെയ്യുക, പുതിയ കറക്റ്റഡ് ലെന്ത് കിട്ടും. ആഫ്റ്റർ ടെമ്പറേച്ചർ കറക്ഷൻ കഴിഞ്ഞിട്ടുള്ള കറക്റ്റഡ് ലെന്ത് കിട്ടി. ഇനി അടുത്ത ഏതാണ് നമ്മൾ ചെയ്യുന്നത്, എപ്പോഴും കറക്ഷൻ ഫോർ എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് ആണ്. ഓക്കെ, അപ്പം ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ അറിയാലോ, ഒരു റൺവേ ഗ്രൗണ്ട് ഫുൾ ലെവൽ ആണെങ്കിൽ അവിടെ ഗ്രേഡിയൻ്റ് ഒന്നും കാണത്തില്ല, ചെറിയ ഇങ്ങനെ ഒരു പൊക്കവും താഴ്ചയും കുഞ്ഞതായിട്ട് കാണത്തുള്ളൂ. ചെറിയൊരു അൻഡുലേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഗ്രേഡിയൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ പവർ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ സ്പീഡ് കൊടുക്കണം, എന്നാലേ അത് നന്നായിട്ട് ഇത് ഈസിലി അതിന് മൂവ് ചെയ്യാനും ലിഫ്റ്റായി പോകാനും സാധിക്കത്തുള്ളൂ. നല്ല ലെവൽ ഗ്രൗണ്ട് ആണെങ്കിൽ അധികം പവറോ അധികം സ്പീഡിന്റെ ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് FAA എന്ന അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് ബേസിക് റൺവേ ലെന്ത് എന്ന് പറയുന്നത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 20% ഫോർ എവറി 1% എഫക്റ്റീവ് ഗ്രേഡിയൻ. ഓരോ 1% എഫക്റ്റീവ് ഗ്രേഡിയനും 20% വെച്ചിട്ട് എന്താണ് ലെന്ത് കൂട്ടണമെന്നാണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ കേസിൽ ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് എഫക്റ്റീവ് ഗ്രേഡിയന്റ് 0.6% തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അപ്പോൾ എന്തെടുക്കണം, തൊട്ട് മുന്നത്തെ ലാസ്റ്റ് കിട്ടിയ ഒരു ലെന്തിന്റെ വാല്യൂ ഉണ്ടല്ലോ അല്ലേ, ഇത് ഇവിടുത്തെ 2177, അതിൻ്റെ കൂടെ 20% 20/100 ഇൻറ്റു ഇവിടുത്തെ എഫക്റ്റീവ് ഗ്രേഡിയന്റ് 0.6% ആണ്. അപ്പം 0.6/100
100 ചെയ്യുക. മീൻസ് 0.6 ആണ് നമുക്ക് നമ്മുടെ FAA പറഞ്ഞിരിക്കുന്നത്. ഫോർ എവറി 1% ഓഫ് എഫക്റ്റീവ് ഗ്രേഡിയൻറ്റ് 20% കൂട്ടണം എന്നാണ്. അപ്പം 0.6 ഡിവൈഡഡ് ബൈ അവിടുത്തെ ആ 1 ആണ് കേട്ടോ. 0.6 ഡിവൈഡഡ് ബൈ 1 ചെയ്യുക. നമുക്ക് പുതിയൊരു കറക്ഷൻ വാല്യൂ കിട്ടും, 261 കിട്ടും. അത് ഫൈനലായിട്ട് നേരത്തെ കിട്ടിയ ലെന്തിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് 3 കറക്ഷൻസും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കറക്റ്റഡ് ലെന്ത് കിട്ടി. 2438 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ പറയുന്ന കറക്ഷൻ്റെ ഈ പറയുന്ന 3 കറക്ഷൻസും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ബേസിക് റൺവേ ലെന്ത് 1600 ആണ് തന്നിട്ടുണ്ട്. എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ അവർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 25 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ARTയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എയർപോർട്ടിന് എലിവേഷൻ തന്നിട്ടുണ്ട് 125, ഈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ കാൽക്കുലേറ്റ് കറക്റ്റഡ് ബേസിക് റൺവേ ലെന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പിന്നെ തന്നിരിക്കുന്നത് ഇങ്ങനെ ചെയിനേജും ഓരോ ചെയിനേജിലോട്ടും ഉള്ള ആ ഗ്രേഡിയൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ FT ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്റ്റ് തന്നിട്ടില്ല, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തൊട്ടുള്ളത് ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിക് റൺവേ ലെന്ത് 1600 ആണ്, എലിവേഷൻ 125 ആണ്, എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആദ്യമേ നമ്മൾ കറക്ഷൻ ഫോർ എലിവേഷൻ ആണ് ചെയ്യുന്നത്. ICAO അനുസരിച്ച് ചെയ്യുമ്പോൾ 1600 ഇൻറ്റു 7/100 ഇൻറ്റു 125/300 ചെയ്യുക. 46 കറക്ഷൻ വാല്യൂ കിട്ടും. കറക്റ്റഡ് ലെന്ത് എന്ന് വെച്ചാൽ ബേസിക് റൺവേ ലെന്തിൻ്റെ കൂടെ അത് ആഡ് ചെയ്യുമ്പോൾ പുതിയൊരു ലെന്ത് കിട്ടി. ഇനി നമുക്ക് എന്താണ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അതിന് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയിട്ട് 125 മീറ്റർ ഹൈറ്റിലുള്ള SAT കണ്ടുപിടിക്കണം. അപ്പോൾ 15 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 0.0065 ഇൻറ്റു 125 ചെയ്യുക. ആ ഒരു വാല്യൂ കിട്ടും. എയർപോർട്ട് റെഫറൻസ് ടെമ്പറേച്ചർ ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. അപ്പോൾ റൈസിൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാമല്ലോ. 25 നിന്ന് ആ പുതിയൊരു വാല്യൂ മൈനസ് ചെയ്യുക. 10 ഡിഗ്രി സെൽഷ്യസ് കിട്ടി. കറക്ഷൻ കണ്ടുപിടിക്കണം. പുതിയ ലെന്ത് ഇൻറ്റു 1/100 ഇൻറ്റു ഈ പറയുന്ന റൈസിൻ ടെമ്പറേച്ചർ ചെയ്യുമ്പം കറക്ഷൻ വാല്യൂ കിട്ടി. തൊട്ട് മുന്നത്തെ കറക്റ്റഡ് ലെന്തിൻ്റെ കൂടെ അതുകൊണ്ട് ആഡ് ചെയ്യുക. പുതിയ കറക്റ്റഡ് ലെന്ത് ആഫ്റ്റർ ടെമ്പറേച്ചർ കറക്ഷൻ കിട്ടി. നമ്മൾ പറഞ്ഞിരുന്നു ഈ പറയുന്ന എലിവേഷനും ടെമ്പറേച്ചറും കറക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെക്ക് ചെയ്യണം എന്നുള്ളത്. അത് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ പറയുവാണ് ഒരു ചെക്ക് എപ്പോഴും ചെയ്യണം. ആ ചെക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? അക്കോർഡിംഗ് ടു ICAO ടോട്ടൽ ലെന്ത് ആഫ്റ്റർ കറക്ഷൻ, ഈ പറയുന്ന എലിവേഷനും ടെമ്പറേച്ചറും കറക്ഷനും കഴിഞ്ഞിട്ട് കിട്ടുന്ന ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ഇൻക്രീസ് 35% കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ടോട്ടൽ കറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതുവരെ കിട്ടിയ കറക്റ്റഡ് ലെന്ത് ടെമ്പറേച്ചറോട് കഴിഞ്ഞിട്ട് കിട്ടിയത് 1824 ആണ്. അതിൽ നിന്ന് 1600 ക്വസ്റ്റിന് തന്നിട്ടുള്ള 1600 ഉണ്ട്. അതേ ഡിവൈഡ് ബൈ 1600 ഇൻറ്റു 100 എന്ന് വെച്ചാൽ ആ പെർസെൻറ്റേജ് നമുക്ക് കിട്ടണം. അത് 14 പോയിന്റേ ഉള്ളൂ. ഇപ്പോൾ 35 വരെയൊക്കെ ആകാമെന്നാണ്. അപ്പം വിത്തിൻ ദി ലിമിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇത്രയും ചെയ്തെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഓക്കെ ആണ്. ഓക്കെ, ഇനി അടുത്തത് ചെക്ക് ഫോർ അല്ലെങ്കിൽ കറക്ഷൻ ഫോർ ഗ്രേഡിയൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതിന് ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് തന്നിട്ടില്ല. അപ്പം നമുക്ക് എഫക്റ്റീവ് ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കണം. അതിന് നമ്മുടെ ടേബിളിലെ വാല്യൂ ഇങ്ങനെ ഒന്ന് വെർട്ടിക്കലായിട്ട് എഴുതി കേട്ടോ. ചെയിനേജിൻ്റെ വാല്യൂ, ഗ്രേഡിയൻ്റെ വാല്യൂ ഇതെല്ലാം തന്നിട്ടുള്ള ക്വസ്റ്റിന്. അപ്പം അടുത്ത കോളമായിട്ട് നമ്മൾ റൈസ് ആണോ അല്ലെങ്കിൽ ഫോൾ ആണോ എന്ന് കണ്ടുപിടിക്കണം. റൈസ് ഓർ ഫോൾ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പം ക്വസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ടേബിളിനകത്ത് ഗ്രേഡിയൻ്റ് പ്ലസും മൈനസും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്ലസ് ആണെങ്കിൽ അവിടെ റൈസും നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ഫോളും ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആ റൈസ് ഫോൾ അത് എന്തുമാത്രം മീറ്റർ ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെ എടുക്കണം? 0 to 300 എന്ന് പറയുന്നത് ലെന്ത് എന്ന് പറയുമ്പം എന്താണ് അവിടെ എത്രയാണ് ആ ഒരു ഡിഫറൻസ് എത്രയാണ്? 300 തന്നെയാണ് അല്ലേ. അപ്പോൾ 300 ഇൻറ്റു 1/100 അതിൻ്റെ ഗ്രേഡിയൻ്റെ വാല്യൂ 1 അല്ലേ. അപ്പോൾ 1/100 ചെയ്യാം, 3 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 3 മീറ്റർ റൈസ് ആണ്. അത്രയും 0 to 300 മീറ്റർ ചെയിനേജ് ലെന്തിൽ റൈസ് ഉണ്ടായിരിക്കുന്നത് 3 മീറ്റർ ആണ്. അടുത്ത 300 to 900 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡിഫറൻസ് 600 ആണ്. 600 ഇൻറ്റു -0.2/100 ചെയ്യുക, -1.2 എന്ന് കിട്ടും. അപ്പോൾ അവിടെ ഒരു ഫോൾ ആണെന്ന് മനസ്സിലായി. അടുത്തടുത്ത് 1500 മൈനസ് 300 ചെയ്യുമ്പോൾ നമുക്ക് 600 കിട്ടും. അതേ ഇൻറ്റു 0.5/100 ചെയ്യുമ്പോൾ നമുക്ക് 3 മീറ്റർ എന്ന് കിട്ടും. അടുത്തതിൽ 3 മീറ്റർ എന്ന് കിട്ടും. അടുത്തതിൽ -0.9 മീറ്റർ എന്ന് കിട്ടും. അത് ആ കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഇനി ഈ കിട്ടിയ വാല്യൂസിനെ നമ്മൾ ഇതിങ്ങനെ ഒരു ഫിഗറിൽ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിലെല്ലാം മനസ്സിലാവും. ഓക്കെ, സോ 0 തൊട്ട് 2100 വരെ ചെയിനേജിൽ എന്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. 0, 300, 900, 1500, 1800, 2100 വരെ ചെയിനേജിൽ എന്ത് കൊടുത്തു. ഓക്കെ, അപ്പം 0 തൊട്ട് 300 വരെ ആകുമ്പോൾ ഉള്ള എന്താണ് റൈസ് ആണോ ഫോൾ ആണോ നമ്മൾ കണ്ടുപിടിച്ചത്? റൈസ് ആണ്. 3 മീറ്റർ കൂടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ 0യിൽ നിന്ന് 300ന്റെ തൊട്ട് മേളിലായിട്ട് 3 മീറ്ററിൽ ഒരു കയറ്റം ഉണ്ടെന്ന്, നമ്മൾ റൈസ് ഉണ്ടെന്ന് കാണിച്ചു. ഓക്കെ, അടുത്തതിൽ -1.2 എന്ന് വെച്ചാൽ
ആ 3 മീറ്ററിൽ നിന്ന് താഴോട്ടൊരു -1.2 ഫോൾ ഉണ്ടായെന്ന് കാണിക്കണം. അപ്പം അവിടെ നിന്ന് 900 അവിടം വരെ കാണിക്കണം. അപ്പം -1.2 കുറഞ്ഞു. എന്ന് വെച്ചാൽ താഴെ എന്ന് പറയുമ്പം 3 - 1.2 ചെയ്യുമ്പോൾ 1.8 താഴെ എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് 3 മീറ്റർ റൈസ് ഉണ്ടായിരുന്നു. അപ്പം ആ പോയിന്റിൽ നിന്ന് 3 മീറ്റർ റൈസ് എന്ന് പറയുമ്പോൾ 1.8ന്റെ കൂടെ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 4.8 എന്നുള്ള പുതിയ വാല്യൂലോട്ട് എത്തും. അവിടെ നിന്നും അടുത്തതിലോട്ടും 3 മീറ്റർ റൈസ് തന്നെയാണ്. അവിടെ നിന്ന് 3 മീറ്റർ ആഡ് ചെയ്യുമ്പോൾ 7.8 എന്ന് കിട്ടും. അപ്പം 1800 എന്ന വാല്യൂവിന് നേരെ 7.8 മീറ്ററിൽ അതായത് നിൽക്കുന്നത്. പിന്നെ അടുത്തതിൽ 0.9 മീറ്റർ കുറഞ്ഞു എന്ന് വെച്ചാൽ 6.9 കുറഞ്ഞു. അപ്പം അങ്ങനെയാണ് ആ ഫിഗർ പോകുന്നത്. ഓക്കെ, അപ്പം തൊട്ട് മുന്നേ കിട്ടിയ ബേസിക് റൺവേ ലെന്ത് വാല്യൂ നമ്മുടെ ഉണ്ട്. ബേസിക് റൺവേ ലെന്ത് അല്ല, കറക്ഷൻ കഴിഞ്ഞിട്ട് കിട്ടിയ ലാസ്റ്റത്തെ കറക്റ്റഡ് വാല്യൂ നമ്മുടെ ഉണ്ട്. ഓക്കെ, 1824 അത് ഓർത്ത് വെക്കുക. ഇപ്പം നമുക്ക് എഫക്റ്റീവ് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ തിയറി പറഞ്ഞിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാക്സിമം പോയിന്റ് ആൻഡ് ദി മിനിമം പോയിന്റ് ഡിവൈഡഡ് ബൈ ബേസിക് റൺവേ ലെന്ത് എന്നുള്ളത്. അപ്പം ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എത്രയാണ്? 7.8. ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ് അല്ലേ, ഏറ്റവും ചെറിയ വാല്യൂ. അപ്പം 7.8 - 0 ഡിവൈഡ് ബൈ അവിടുത്തെ ഇതുവരെ കിട്ടിയ റൺവേ ലെന്തും കൂടെ വെച്ച് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുമ്പം 0.43% കിട്ടി. ഓക്കെ, അപ്പം അതാണ് ഇവിടുത്തെ എഫക്റ്റീവ് ഗ്രേഡിയന്റ്. അപ്പം എന്തെടുക്കണം കറക്ഷൻ കണ്ടുപിടിക്കാൻ? തൊട്ട് മുന്നേ കിട്ടിയ കറക്റ്റഡ് ലെന്ത് ഇൻറ്റു 20% ഫോർ എവറി 1 ഡിഗ്രി 1% എഫക്റ്റീവ് ഗ്രേഡിയന്റ് എന്നാണല്ലോ അല്ലേ. അപ്പം അതാണ് ഇൻറ്റു 20/100 ഇൻറ്റു 0.43 ഡിവൈഡ് ബൈ 1 ചെയ്യുക. നമുക്കിപ്പോൾ കറക്ഷൻ വാല്യൂ കിട്ടും. അത് കറക്റ്റ് ലെന്തിനോട് ആഡ് ചെയ്യുക. അപ്പോൾ അതാണ് ഫൈനൽ ആയിട്ടുള്ള 3 കറക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന എന്താണ് കറക്റ്റഡ് റൺവേ ലെന്ത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. എഫക്റ്റീവ് ഗ്രേഡിയന്റ് തന്നിട്ടില്ല, പക്ഷെ ഇങ്ങനത്തെ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ടേബിൾ വരച്ച് റൈസ് ആൻഡ് ഫോൾ കണ്ടുപിടിച്ച് ഒരു പടം കൂടെ വരച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനിയും ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യം നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. വെൻ എയർപോർട്ട് സൈറ്റ് ഈസ് അറ്റ് മീൻ സീ ലെവൽ എന്ന് വെച്ചാൽ എയർപോർട്ടിന്റെ സൈറ്റ് മീൻ സീ ലെവലാണെന്ന് തന്നിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു കറക്ഷനോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കറക്ഷന് വേണ്ടിയുള്ള എലിവേഷന്റെ വാല്യൂ ഒന്നും തന്നിട്ടില്ലെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റിനകത്ത് കറക്റ്റഡ് ബേസിക് റൺവേ ലെന്ത് കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ. പക്ഷെ എലിവേഷന്റെ വാല്യൂ ഒന്നുമില്ല. ബാക്കി പിന്നെ എയർപോർട്ട് റെഫറൻസിന്റെ വാല്യൂ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം വേറെ മീൻ സീ ലെവൽ തന്നെയാണെന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോണം, എലിവേഷൻ തന്നിട്ടും ഇല്ല, മീൻ സീ ലെവൽ തന്നെയാണെന്ന് ക്വസ്റ്റിനെ പറയുന്നുണ്ടെങ്കിൽ അത് അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ എലിവേഷൻ വാല്യൂ ഇല്ല. അപ്പം കറക്ഷൻ ഫോർ എലിവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ തന്നെ ഇൻ കേസ് എഫക്റ്റീവ് ഗ്രേഡിയന്റ് ഈസ് ഗിവൻ 0% തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോഴും അവിടെയും നോ നീഡ് ടു ഫൈൻഡ് കറക്ഷൻ സിൻസ് ഇറ്റ് ഈസ് 0 ഇറ്റ്സെൽഫ്. കാര്യം കറക്ഷൻ ഫോർ ഗ്രേഡിയന്റ് അവിടെ കാണുമോ? ഇല്ല. കാര്യം എഫക്റ്റീവ് ഗ്രേഡിയന്റിന്റെ വാല്യൂ 0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ പോയാലും എല്ലാ വാല്യൂവും കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു 0 ചെയ്യണമല്ലോ. അപ്പം കറക്ഷൻ ഫോർ എഫക്റ്റീവ് ഗ്രേഡിയന്റും ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴാണ് ക്വസ്റ്റിനകത്ത് എഫക്റ്റീവ് ഗ്രേഡിയന്റിന്റെ വാല്യൂ 0% തന്നിട്ടുണ്ടെങ്കിൽ. എലിവേഷന്റെ വാല്യൂ അതേപോലെ തന്നിട്ടില്ല, മീൻ സീ ലെവൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ കറക്ഷൻ ഫോർ എലിവേഷനും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 1-2 കാര്യം നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ദിവസം തൊട്ട് നമുക്ക് മൊഡ്യൂൾ 5 ഒരു പാർട്ട് 2 ആയിരുന്നു നമ്മൾ നോക്കിയത്. എയർപോർട്ടിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ നോക്കിയിരുന്നു. അതിന് ഇനിയും ടോപ്പിലുള്ള ട്രാഫിക്കിൻ്റെ കുറച്ച് കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം.